ഹലോ വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റ് ആണ്. ഈ 5ാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് നസാരെ. നസാരെ നസാരെ എന്നാൽ കാഴ്ചകൾ എന്നാണ് അർത്ഥം. ഈ പേജിൻ്റെ താഴ്വശത്തായിട്ട് പ്രേംചന്ദിൻ്റെ വരികൾ കൊടുത്തിട്ടുണ്ട്. ജീവൻ കാ വാസ്തവിക് സുഖ് ദൂസരോं को सुख देने में है उनका सुख छीनने में नहीं. ജീവൻ കാ വാസ്തവിക് സുഖ്, ജീവിതത്തിൻ്റെ വാസ്തവിക സുഖം, യഥാർത്ഥ സുഖം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് സുഖം നൽകുന്നതിലൂടെയാണ്, അല്ലാതെ അവരുടെ സുഖം തട്ടിയെടുക്കുന്നതിലൂടെ അല്ല എന്നാണ് പ്രേംചന്ദ് പറയുന്നത്. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് പ്രേം കെ സിവ ഔർ കുച്ച് നെഹി. ഇതൊരു ഡയറിയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ജസീന്ത കേർക്കറ്റ ആണ്. എന്താണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്? പ്രേം കെ സിവ ഔർ കുച്ച് നെഹി, സ്നേഹമല്ലാതെ മറ്റൊന്നില്ല. സ്നേഹം കൂടാതെ മറ്റൊന്നുമില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. കെ സിവ എന്നാൽ കൂടാതെ, ഒഴികെ എന്നൊക്കെ അർത്ഥം. ഈ ഡയറി എഴുതിയിരിക്കുന്നത് റാഞ്ചി, ജാർഖണ്ഡ്. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നിന്നാണ്. ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 27 ജൂൺ 2022 സോമവാർ. 2022 ജൂൺ 27 തിങ്കളാഴ്ചയാണ് ഈ ഡയറി എഴുതിയിരിക്കുന്നത്. നോക്കാം. റിംസ് ജാർഖണ്ഡ് കാ സബ്സെ ബഡാ സർക്കാരി അസ്പതാൽ ഹേ. റിംസ് എന്നത് ഹോസ്പിറ്റലിൻ്റെ പേരാണ്. റിംസ് ജാർഖണ്ഡിലുള്ള ഏറ്റവും വലിയ ഒരു സർക്കാർ ആശുപത്രി ആണ്. ഇസ് अस्पताल में एक रिपोर्ट लेने में कतार में गई थी. ഇസ് अस्पताल में, ഈ ആശുപത്രിയിൽ, ഏക്ക് റിപ്പോർട്ട് ലേനെ, ഒരു റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി, മേം കഥാറുമേ ഘടീത്തി, ഞാൻ വരിയിൽ നിൽക്കുകയായിരുന്നു. കഥാർ എന്ന് പറഞ്ഞാൽ ക്യൂ, വരി എന്നൊക്കെ അർത്ഥം. ഘടീത്തി എന്നാൽ നിൽക്കുകയായിരുന്നു. മേരെ ആകെ ഏക്ക് വ്യക്തി ഘടാ ഥ. മേരെ ആകെ, എൻ്റെ മുൻപിലായിട്ട്, ഏക്ക് വ്യക്തി, ഒരു വ്യക്തി കൂടി നിൽക്കുന്നുണ്ട്. ഉസേ ബി കോയി റിപ്പോർട്ട് ലേനി തി. അദ്ദേഹത്തിനും എന്തോ ഒരു റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ ക്യൂവിൽ നിൽക്കുന്നത്. പൈസെ ജമാ കർത്തേ വക്ത് ഉസ്കെ പാസ് 20 रुपये കം പട് രഹേ തെ. പൈസെ ജമാ കർത്തേ വക്ത്, പൈസ അടച്ച, ജമാ എന്ന് പറഞ്ഞാൽ അടയ്ക്കുക, അടച്ച ആ സമയത്ത്, വക്ത് സമയം, ആ സമയത്ത്, ഉസ്കെ പാസ് 20 रुपये, അദ്ദേഹത്തിൻ്റെ അടുത്ത് 20 രൂപ, 20 രൂപ, കം പടേ രഹേത്തെ, കുറവായിരുന്നു, 20 രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറവായിരുന്നു. വഹ് പരേഷാൻ ഇധർ ഉധർ താക് രഹാത്ത. വഹ് പരേഷാൻ, അദ്ദേഹം വളരെയധികം വിഷമത്തോടെ, ഇധർ ഉധർ താക് രഹാത്ത, അവിടെയും ഇവിടെയും നോക്കുന്നുണ്ടായിരുന്നു. താക് രഹാത്ത എന്നാൽ നോക്കുന്നുണ്ടായിരുന്നു. ബാർ ബാർ ജേബുമേം ഹാത്ത് ഡാൽത്താ ഥ. ബാർ ബാർ, ഇടയ്ക്കിടയ്ക്ക്, ജേബുമേ പോക്കറ്റിൽ, ഹാത്ത് ഡാൽത്താ ഥ, കൈയിടുന്നുണ്ടായിരുന്നു. പീച്ചെ വാലെ ലോഗ് ജൽദി കരോ ചില്ല രഹേത്തെ. പീച്ചെ വാലെ ലോഗ്, പുറകിൽ നിന്നിരുന്ന ജനങ്ങളെല്ലാം വേഗമാവട്ടെ എന്ന് പറഞ്ഞ് ഒച്ച വയ്ക്കുന്നുണ്ടായിരുന്നു. ചില്ല രഹേത്തെ എന്ന് പറഞ്ഞാൽ ഒച്ച വയ്ക്കുക. വഹ് ഇധർ ഉധർ ഫോൺ ലഗാനെ ലഗ, അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൺ വിളിക്കാൻ വേണ്ടി തുടങ്ങി. 20 रुपया നെഹി മിൽ രഹ, 20 രൂപ കിട്ടിയില്ല. ലൈൻമേ ഗഡാഹും, ലൈനിൽ തന്നെ നിൽക്കുന്നുണ്ട്. ലേക്കർ ജൽദി ആയിയേ വോ കിസിസെ ഫോൺ പർ കഹ് രഹാത്ത. എടുത്തുകൊണ്ട് വേഗം വരൂ എന്ന് അദ്ദേഹം ആരോടോ ഫോണിൽ പറയുന്നുണ്ടായിരുന്നു. തബി മേനെ 20 रुपये നികാൽ കർ ഉസ്കി ഓർ ബഡാ ദിയേ. അപ്പോൾ ഞാൻ 20 രൂപ എടുത്ത് അദ്ദേഹത്തിന് നൽകി. ഉസ്നെ രാഹത്ത് കി സാസ് ലി. അദ്ദേഹം രാഹത്ത് കി സാസ്, രാഹത്ത് എന്നാൽ ആശ്വാസം, ആശ്വാസത്തിൻ്റെ ശ്വാസം എടുത്തു. അതായത് ഈ പൈസ കിട്ടിയതോർത്ത് അദ്ദേഹം സമാധാനത്തോടെ ഒന്ന് ശ്വാസം വിട്ടു. ഇനെ ദേഖ ആദ്മി ചോട്ടി സി മദത് കെ ലിയെ ആസ്പാസ് ഘടെ ഇൻസാനോ കി തരഫ് നെഹി ദേഖ് സക്ത. ഒരു ചെറിയ സഹായത്തിനായി ഒരു മനുഷ്യന് ചുറ്റും നിൽക്കുന്ന ആളുകളെ നോക്കാൻ കഴിയില്ലെന്ന് ഞാൻ ശ്രദ്ധിച്ചു. സഹായ് മഹസൂസ് കർത്താ ഹൈ, നിസ്സഹായത തോന്നുന്നു. അസഹായ, നിസ്സഹായത. काम पूरा होने पर वह कतार से अलग हो गया और 20 रुपये के लिए फ़ोन कर किसी को बुलाता रहा. काम पूरा होने पर,
ക്യൂവിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം, കാം എന്നാൽ ജോലിയാണ് ഇവിടെ. ക്യൂവിൽ നിന്ന് അദ്ദേഹത്തിന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വഹ് കതാർ സെ അലഗ് ഹോ ഗയ, ആ വരിയിൽ നിന്ന് ക്യൂവിൽ നിന്ന് മാറി നിന്നിട്ട് 20 रुपये के लिए ഫോൺ കർ കിസി കോ ബുലാത്ത രഹ, 20 രൂപയ്ക്ക് വേണ്ടി ആരെയോ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. മേം റിപ്പോർട്ട് ലേക്കർ ജാനെ ലഗി തോ വഹ് പാസ് ആയ, ഞാൻ റിപ്പോർട്ട് എടുത്തു പോവാൻ തുടങ്ങിയപ്പോഴേക്കും അദ്ദേഹം അടുത്തു വന്നു. സറാ രുക്കിയെ ധന്യവാദ്, ആപ്കെ 20 रुपये പൈസെ ലൗട്ടാത്തെ ഹുയെ ഉസ്നെ കഹ. സറാ രുക്കിയെ, ഒരു നിമിഷം നിൽക്കൂ, ഒന്ന് നിൽക്കൂ. ധന്യവാദ്, നന്ദി. ആപ്കെ 20 रुपये, താങ്കൾ തന്ന 20 രൂപ ഇതാന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുകയാണ്. അരേ വാപ്പസ് കർണ ജരൂരി നഹി ഹേ, 20 ഹി തോ റുപ്പയെ ഹൈ, അയ്യോ അത് തിരിച്ചു വേണ്ട, 20 രൂപയല്ലേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. മേനെ കഹ, ഞാൻ പറഞ്ഞു. നഹി വഹ് 20 ഹി റുപ്പയെ നഹി തേ കഹ്കർ വഹ് ചലാ ഗയ, അല്ല എനിക്കത് 20 രൂപ മാത്രമായിരുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് പോയി. दूसरे दिन बहुत सुबह फिर कोई रिपोर्ट लेने दूसरी तरफ मेरी छोटी बहन को जाना पड़ा. ദൂസരേ ദിൻ, രണ്ടാമത്തെ ദിവസം, ബഹുത്ത് സുബക്, അതിരാവിലെ തന്നെ, ഫിർ കോയി റിപ്പോർട്ട് ലേനെ, മറ്റേതോ റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി, ദൂസരി തരഫ് മേരി ചോട്ടി ബഹൻ കോ ജാനാ പട, എൻ്റെ ഇളയ സഹോദരി, എൻ്റെ അനുജത്തിക്ക് റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി പോവേണ്ടതായി വന്നു. മേരി ബഹനെ നന്നി ബച്ചി കോ ഗോതുമേ ലേ രഖാ ഥാ, മേരി ബഹൻ എൻ്റെ സഹോദരി, നന്നി ബച്ചി ചെറിയ ഒരു കുട്ടിയെ, ഗോതുമീം ലേ രഖാത്ത മടിയിൽ എടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് ലേനേക്ക് ബാദ് ഉസെ ഫോട്ടോ കോപ്പി കർവാനി തി, റിപ്പോർട്ട് എടുത്തതിന് ശേഷം അതെന്ത് ചെയ്യണം, ഫോട്ടോ കോപ്പി എടുക്കണമായിരുന്നു. കർവാനി തി, എടുക്കണമായിരുന്നു. വഹ് പൈസ ഢൂണ്ടിനെ ലഗി, അവൾ പൈസ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങി. ജേബുമേം പൈസ നഹീത്തെ, പോക്കറ്റിൽ പൈസ ഉണ്ടായിരുന്നില്ല. ജേബ്, പോക്കറ്റ്. ഊപ്പർ അസ്പതാൽ കെ 14 തല്ലേ മേം ഹി ചൂട്ട് ഗയേ തേ, ഊപ്പർ മുകളിൽ, അസ്പതാൽ കെ 14 തല്ലേ മേ ഹോസ്പിറ്റലിൻ്റെ 4ാമത്തെ നിലയിൽ, തല്ലേ 4ാമത്തെ നില, 4ാമത്തെ നിലയിൽ, ചൂട്ട് ഗയേ തേ, ചൂട്ട്ന എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, ഇവിടെ അർത്ഥം വരുന്നത് ഹോസ്പിറ്റൽ 4ാമത്തെ നിലയിലാണ് കുഞ്ഞുള്ളത്. ഉസ്നെ ദുക്കാൻദാർ സെ കഹാ കി വഹ് കുച്ച് ദേർ മേം പൈസെ ലാക്കർ ദേ ദേഗി, അവൾ കടക്കാരനോട് പറഞ്ഞു കുറച്ച് സമയത്തിന് ശേഷം പൈസ കൊണ്ടുതരാം. ഉസെ ഫോട്ടോ കോപ്പി ചാഹി, അവൾക്ക് ഫോട്ടോ കോപ്പി വേണമായിരുന്നു. ജരൂരി ഹി, അത് അത്യാവശ്യമായിരുന്നു. ദുക്കാൻദാർ ആനാകാനി കർത്താ ദിഖ, ആനാകാനി എന്നാൽ കേട്ടില്ലെന്ന് നടിക്കുക, കടക്കാരൻ കേട്ടില്ലെന്ന് നടിച്ചു. ദുക്കാൻദാർ കടക്കാരൻ. അബി പാസ് ഗഡെ ഏക് ലഡ്കേനെ ഉസ്കി ഫോട്ടോ കോപ്പി കെ ബി പൈസെ ജമാക്കർ ദിയേ, അപ്പോൾ പാസ് ഗഡെ അടുത്ത് നിന്ന ഏക് ലഡ്കെ ഒരാൺകുട്ടി, ഉസ്കി ഫോട്ടോ കോപ്പിക്ക് പൈസെ, അവളുടെ ആ ഫോട്ടോ കോപ്പിയുടെ പൈസ ജമാക്കർ ദിയേ, പൈസ അവൻ കൊടുത്തു. ബഹൻ ഉസെ പലട്കർ കുച്ച് കഹത്തി ലേക്കിൻ വഹ് ഭീഡ് മേ ഗായബ് ഹോ ചുക്കാ ഥാ, ബഹൻ സഹോദരി, ഉസെ പലട് കുച്ച് തിരിഞ്ഞിട്ട്, പലട്കർ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞിട്ട്, കുച്ച് കഹത്തി എന്തോ പറയാൻ വേണ്ടി തുടങ്ങി. അപ്പോഴേക്കും ലേക്കിൻ വഹ് ഭീഡുമേം ഗായബ് ഹോ ചുക്കാത, അവൻ ഭീഡുമേം തിരക്കിൽ അപ്രത്യക്ഷനായി, ഗായബ് അപ്രത്യക്ഷനാവുക. ഷാം അസ്പതാൽ കെ ബാഹർ ചായ് പീനെ നികലി, ഞാൻ ഷാം ഈവനിങ് വൈകുന്നേരത്ത്, അസ്പതാൽ കെ ബാഹർ ഹോസ്പിറ്റലിൻ്റെ പുറത്ത്, ചായ് പീനെ നികലി ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി, ഹോസ്പിറ്റലിന് പുറത്ത് ചായ കുടിക്കാൻ വേണ്ടി വന്നു. ആങ്കേം ദുഃഖ് രഹീത്തി, എൻ്റെ കണ്ണുകളിൽ ദുഃഖമുണ്ടായിരുന്നു. ചായ് വാലേക്കോ കഹ ചോട്ടെ കപ്പ് മേം ചായ് ദീജിയേഗ, ചായ് വാലേ ചായ തരുന്ന ആളോട്, ചായക്കടക്കാരനോട് പറഞ്ഞു. കഹ പറഞ്ഞു. ചോട്ടെ കപ്പ് മേം ചായ് ദീജിയേഗ, ചെറിയ കപ്പിൽ എനിക്ക് ചായ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഉസ്നെ ബഡേ കപ്പ് മേം ചായ് ദേദി, അദ്ദേഹം വലിയ കപ്പിൽ ചായ നൽകി. പയ്യ ചോട്ടാ കപ്പ് ഫിർ സെ മേനെ കഹ, ഞാൻ വീണ്ടും പറഞ്ഞു സഹോദര ചെറിയ കപ്പിലാണ് ചായ വേണ്ടതെന്ന് വീണ്ടും പറഞ്ഞു. പീജിയെ ന ആപ്പ് കഹ്കർ വഹ് കിസി സെ ബാത് കർണേ മേ വ്യസ്ത് ഹോ ഗയാ, കുടിച്ചാലും താങ്കൾ ഇത് കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വേറെ ആരോടൊക്കെയോ സംസാരിക്കുന്ന തിരക്കിലായി. വ്യസ്ത് എന്ന് പറഞ്ഞാൽ തിരക്ക്. മേനെ ചായ് പീലി, ഞാൻ ചായ കുടിച്ചു. ഫിർ വഹ് മേരി തരഫ് പലട്കർ ബോല, പിന്നീട് അദ്ദേഹം എൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു. പലട്കർ എന്ന് പറഞ്ഞാൽ തിരിയുക, തിരിഞ്ഞിട്ട് പറഞ്ഞു. കോയി അസ്പതാൽ മേം അഡ്മിറ്റ് ഹേ ക്യാ,
ആരെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആണോ എന്ന് ചോദിച്ചു. മേനെ സോച്ചാക്കി മേരെ പീച്ചെ കോയി ഹോഗ. ചായക്കടക്കാരൻ ചോദിച്ചത് തൻ്റെ പുറകിൽ നിൽക്കുന്ന ആരോടെങ്കിലും ആണെന്ന് ഞാൻ വിചാരിച്ചു. ഷായദ് ഉസീസെ പൂച്ച രഹാഹോ. എന്നോടല്ല ചോദിച്ചെന്ന് കരുതി ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഉസ്നെ ഫിർ കഹ ആപ്സെ പൂച്ച് രഹാഹോ. അദ്ദേഹം വീണ്ടും പറഞ്ഞു, താങ്കളോടാണ് ഞാൻ ചോദിക്കുന്നത്. മേം ആപ്കോ ഹമേഷ പഠിത്താഹും ബഹുത്ത് അച്ചാ ലഗ്താ ഹെ. താങ്കളുടെ രചന എപ്പോഴും വായിക്കാറുണ്ട്, വളരെ നല്ലതാണ്. മേനെ ഉസെ ശുക്രിയ കഹ. ഞാൻ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. ഫിർ ചായക്ക് പൈസ ദേനെ ലഗി. പിന്നീട് ചായയുടെ പൈസ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. വഹ് ഹാത്ത് ബാന്ധകർ ഉസീ തരഹ് ഗഡാ രഹ. അദ്ദേഹം കൈകെട്ടി നിൽക്കുകയാണ്. ചായക്കടക്കാരൻ കൈകെട്ടി നിൽക്കുകയാണ്, പൈസ വാങ്ങുന്നില്ല. ബഹുത്ത് ജിദ് കർണേ കെ ബാദ് ബി ഉസ്കെ ബാന്ദ് ഹാത്ത് ഗുലേ നഹി. വളരെയധികം ഞാൻ പൈസ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ അദ്ദേഹം പൈസ വാങ്ങുന്നില്ല. മേനെ ചായ് കെ ലിയെ ഉസേ ശുക്രിയ കഹ ഔർ അസ്പതാൽ കെ ഭീതർ ചലി ഗയി. ഞാൻ അദ്ദേഹത്തോട് ചായ തന്നതിന് ശുക്രിയ എന്ന് പറഞ്ഞാൽ നന്ദി പറഞ്ഞിട്ട് അസ്പതാൽ കെ ഭീത്തർ ആശുപത്രിയുടെ അകത്തേക്ക് ചലി ഗയി. അവൾ അകത്തേക്ക് പോയി. ദേക്ക അസ്പതാൽ കെ ഭീത്തർ ഔർ ബാഹർ അപ്പനി അപ്പനി അലഗ് ദുനിയാ ഹെ. ആശുപത്രിക്ക് അകത്തും പുറത്തും വെവ്വേറെ ലോകങ്ങളാണ്. എന്താണ് ഇവിടെ അങ്ങനെ പറയാൻ കാരണം? ആശുപത്രിയുടെ അകത്ത് നിന്ന് അത്യാവശ്യമായിട്ടൊരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തു. അപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ സമയത്ത് പൈസ ഇല്ലായിരുന്നു. പക്ഷെ കടക്കാരന് പൈസ ഇല്ലാതെ കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല. അയാൾ കൊടുക്കാതെ നിന്നു. പക്ഷേ ഈ ആശുപത്രിയുടെ പുറത്ത് വന്നൊരു ചായ കുടിച്ചപ്പോൾ അദ്ദേഹം പൈസ പോലും വാങ്ങുന്നില്ല. अभाव बीमारी गरीबी दुख के बीच भी साधारण लोगों ने अपने जीवन में थोड़ा थोड़ा प्रेम थोड़ी थोड़ी ആത്മീയത और മനുഷ്യത ബച്ചാക്കർ രഖി ഹെ. അഭാവ് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിലും ഭീമാരി രോഗത്തിലും ഗരീബി ദാരിദ്ര്യം ദുഃഖക്കെ ബീച്ച് ദുഃഖത്തിൻ്റെ ഇടയിലും ഇല്ലായ്മയിലും രോഗത്തിലും ദാരിദ്ര്യത്തിലും ദുഃഖത്തിൻ്റെ ഇടയിലും സാധാരണ ജനങ്ങൾ അപ്പനെ ജീവൻ മീൻ തങ്ങളുടെ ജീവിതത്തിൽ തോടാ പ്രേം കുറച്ച് സ്നേഹവും തോടി ആത്മീയത കുറച്ച് ആത്മീയതയും മനുഷ്യരോടുള്ള അടുപ്പവും അതേപോലെ തന്നെ അവർ മനുഷ്യത ബച്ചാക്കർ രഖിയെ കുറച്ച് മനുഷ്യത്വവും കാത്തു സൂക്ഷിക്കുന്നു. ഉനെ ദേഖ്തേ ഹുയെ സോച്ചതേ ഹൂ കി ധർത്തി പ്രേം സബ്സെ താക്കത്വർ മൂല്യ ഹെ. അവരെ നോക്കുമ്പോൾ, സാധാരണക്കാരായ ജനങ്ങളെ നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഏറ്റവും ശക്തമായതും മൂല്യമുള്ളതും സ്നേഹമാണെന്ന്. യഹി ഇൻസാൻ കെ ഭീതർ സമർപ്പൺ ലാ സക്താ ഹെ. ഇത് മാത്രമേ ഒരു മനുഷ്യന്റെ ഉള്ളിൽ സമർപ്പണം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ഔർ യഹി അതിരിക്ത് പാനെ കി ലാലച്ച് उसके लिए एक दूसरे पर हमले एक दूसरे पर अविश्वास और हिंसा सबको ഖത്മ കർ സക്താ ഹെ. അതിരിക്ത് പാനേക്ക് ലാലച്ച് കൂടുതൽ നേടാനുള്ള അത്യാഗ്രഹം. ഉസ്കെ ലിയെ ഏക് ദൂസരെ പർ ഹംലെ അതിനായി മറ്റുള്ളവരുടെ മേലുള്ള ആക്രമണം. അതേപോലെ തന്നെ ഏക് ദൂസരെ പർ അവിശ്വാസം ഒരാൾക്ക് മറ്റുള്ളവരോടുള്ള അവിശ്വാസം. ഔർ ഹിംസ സബ്കോ ഖത്മ കർ സക്താ ഹെ. ഇതെല്ലാം നശിപ്പിക്കാനേ ഉപകരിക്കുകയുള്ളൂ. മനുഷ്യന്റെ അത്യാഗ്രഹവും മറ്റുള്ളവരോടുള്ള ആക്രമണവും അവിശ്വാസവും ഹിംസയും എല്ലാം എല്ലാവരെയും നശിപ്പിക്കുന്നതാണ്. ഇസ് ധർത്തി കോ പ്രേം കെ സിവ ഔർ കുച്ച് നഹി ബജാ സക്താ. ഇസ് ധർത്തി കോ ഈ ഭൂമിയെ പ്രേം കെ സിവ സ്നേഹമല്ലാതെ ഓർ കുച്ച് നഹി ബജാ സക്ത വേറൊന്നിനും രക്ഷിക്കാനാവില്ല. ഈ ഭൂമിയെ രക്ഷിക്കാൻ സ്നേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ, വേറൊന്നിനും സാധിക്കുകയില്ല. ഈ പാഠത്തിൻ്റെ മൊത്തത്തിലുള്ള ആശയം എന്ന് പറയുന്നത് സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി.